അമ്മേ, ഞാനിപ്പോ പ്രകാശ് സാറിനെ കണ്ട് സംസാരിച്ചിട്ട് അമ്മ വരുന്നേ. സാർ എന്താ പറഞ്ഞേ? സാർ ഈ വിവരം മക്കളോട് പറഞ്ഞപ്പോ ആദ്യം അവരൊന്നും സമ്മതിച്ചില്ല. പിന്നീട് സുനന്ദ മാഡം മക്കളോട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞെന്ന് അച്ഛന്റെ അമ്മയുടെയും ഇഷ്ടം പോലെ ചെയ്തോളാം. എന്നിട്ട് സാറെന്ന് പറഞ്ഞു? സാർ എന്താ പറഞ്ഞെന്ന് ഞാൻ പറയട്ടെ അമ്മേ. ടെൻഷൻ അടിപ്പിക്കാതെ പറ. അമ്മേ, നമ്മുടെ ആഗ്രഹം പോലെ ഈ വീട് തരാന്ന് സാറും മാഡവും സമ്മതിച്ചമ്മേ. അതെ അമ്മേ. ഇതിലും വലിയൊരു ഭാഗ്യം നമുക്കിനി കിട്ടാനുണ്ടോ അമ്മേ? അതെ, ഈശ്വരൻ എത്ര വലിയവനാന്ന് നോക്കി. അമ്മേ, എനിക്കിപ്പോ നമുക്ക് കിട്ടിയ കോടികളെക്കാളും വലുത് ഈ വീടാണെന്ന് തോന്നുന്നമ്മേ. ശരിയല്ലേ? അതെ. എന്തോ ഇത്രയും സന്തോഷം ഒരിക്കലും കിട്ടിയിട്ടില്ല. അമ്മേ, നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ടാ ദൈവം ഇപ്പൊ നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. ഇനിയെങ്കിലും ഭാനുവിന്റെ കാര്യവും കൂടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നടന്നാ മതിയായിരുന്നു. എവിടെയും പഹ ആണല്ലോ അമ്മേ പ്രശ്നക്കാരൻ. ഇവിടെ ഭാനുവിന് ആവശ്യത്തിലധികം കാശുള്ളതുകൊണ്ട് ഒരിക്കലും ആരും അവളെ വേദനിപ്പിക്കില്ല. എനിക്ക് അത്രയും കേട്ടാ മതി. പിന്നെ മോഹനമാമന് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇനി ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അമ്മേ. എന്റെയും അമ്മയുടെയും ഷെയറിൽ നിന്നും നമുക്ക് എന്തേലും കൊടുക്കാം. അത് വേണ്ട, അങ്ങനെ ഇപ്പൊ വേണ്ട. എല്ലാവർക്കും ഒപ്പം നീയും ഞാനും നമ്മുടെ ഷെയർ നൽകുന്നു, അത്രേ ഉള്ളൂ. എനിക്കുള്ളത് എന്തായാലും എന്റെ മക്കൾക്ക് തന്നെയാണല്ലോ. എന്നാ പിന്നെ അമ്മയുടെ ഇഷ്ടം പോലെ ഭാനുവിന്റെ കല്യാണം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടക്കണം. എനിക്കത്രേ ഉള്ളൂ. അമ്മേ, ഭാനു ജയേഷിനെ കാണാൻ വേണ്ടി പോയിരിക്കുക. എന്തിന്? കാണട്ടെ അമ്മേ. പരസ്പരം പറയാനുള്ള പരിഭവങ്ങളൊക്കെ പറഞ്ഞു തീർക്കട്ടെ. അതാ നല്ലത്. സേതുവേട്ടനോട് അമ്മേ? അവരകത്തുണ്ട്. അമ്മ വാ, നമുക്കിപ്പൊ തന്നെ വീട് പ്രകാശ് സാർ തന്ന കാര്യം എല്ലാരോടും പറയാം. വാ. ഒരായിരം പേർക്കുള്ള ബിരിയാണിയാ പറഞ്ഞിട്ടുള്ളത്. എന്നാലും കുറച്ച് കൂടുതൽ ചെയ്യേണ്ടി വരും. അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ ആരാ മോൻ? സേതുവേട്ടാ, ഒരു സന്തോഷ വാർത്ത. എന്താ? നമുക്ക് ഈ വീട് തരാമെന്ന് പ്രകാശ് സാർ സമ്മതിച്ചു. അല്ല, സാർ ഒരു എതിർപ്പും പറഞ്ഞില്ലേ? ഇല്ല ഏട്ടാ, മക്കൾ ആദ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അവരും സമ്മതിച്ചു. പ്രകാശ് സാറ് നമുക്ക് ഈ വീട് തരാൻ സമ്മതിക്കുമെന്ന് സത്യമായിട്ടും ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇതെല്ലാം നിങ്ങളുടെ അച്ഛന്റെ അനുഗ്രഹ. അല്ല, അങ്ങനെയാണെങ്കിൽ ഭാനുവിന്റെ നിശ്ചയം നമുക്ക് ഇവിടെ വെച്ച് നടത്താം. അതെ അമ്മേ, ആദ്യം നല്ലൊരു കാര്യം തന്നെ നടക്കട്ടെ. പിന്നെ അധികം നീട്ടിക്കൊണ്ടു പോകാതെ കല്യാണവും നടത്താം. എങ്കിലാദ്യം ജയേഷിന്റെ വീട്ടുകാരോട് ഈ കാര്യം പറ ഭാവന. നമ്മളോടിപ്പോഴും അവർക്ക് നീരസം കാണും. ഇനി നീരസം കാണിച്ചാ അത് അവരുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. എന്റെ അഭിപ്രായത്തിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവാതെ പോണോന്നാ. രമേശേട്ടൻ പറഞ്ഞതാ ശരി. എന്തായാലും നമ്മൾ ഇനി ഒരു കുടുംബാവാൻ പോവല്ലേ. മോഹന് ഷെയർ എന്തെങ്കിലും കൊടുക്കണം ഭാവന. അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആലോചിക്കണം. അമ്മ, ഭാനുവിന്റെ ഷെയർ ഇനി ആ കുടുംബത്തിലേക്കല്ലേ പോകുന്നത്? പിന്നെന്താ? എന്റെ ഷെയർ എങ്ങനെയാ സേതുവേട്ടാ അവർ കൂടി ഉള്ളതാവുന്നത്? ഞാനിപ്പോ ജയേഷിനെ കണ്ടിട്ടാ വരുന്നത്. ഇതേ കാര്യം തന്നെയാ ജയേഷും പറഞ്ഞത്. അമ്മയും മോഹനമാമനും ഒരച്ഛന്റെ മക്കളല്ലേ. പിന്നെന്തിനാ ഒരാളുടെ പേരിൽ മാത്രം മുത്തശ്ശൻ വസ്തു വാങ്ങിച്ചിട്ടതെന്നുവാ ജയേഷ് പറഞ്ഞത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കാൻ മുത്തശ്ശൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ.
ന്യായപ്രകാരം അവർക്കും എന്തെങ്കിലും കൊടുക്കണം ഏട്ടാ. അമ്മയും ചേച്ചിയല്ല ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെന്താ? നിനക്കിത്ര വാശി എന്താ അവർക്ക് വിഹിതം കൊടുക്കണോന്ന്? എനിക്ക് വാശിയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് മാത്രം എല്ലാവരും ചിന്തിച്ചാൽ മതി. ഞാൻ ജയേഷിനെ പരിചയപ്പെട്ടതുകൊണ്ടല്ലേ ഇവിടെ എല്ലാവരും കോടീശ്വരന്മാരായത്. കണ്ടില്ലേ അമ്മ അവള് പറയുന്നത്? അമ്മയ്ക്ക് ഇതിന് മറുപടി ഒന്നും പറയാനില്ല. അങ്ങനെ അല്ലാന്ന് അമ്മയ്ക്കും പറയാൻ പറ്റില്ലല്ലോ ഏട്ടാ. ന്യായപ്രകാരം മോഹനും മാമനും എന്തെങ്കിലും കൊടുക്കണോ അമ്മ? എനിക്കതേ പറയാനുള്ളൂ. ഇവള് ഭാവന കേട്ടല്ലോ അല്ലേ? എത്ര പെട്ടെന്നാ ഇവൾ അവരുടേതായത്. എല്ലാവരും കൂടി വീണ്ടും ഈ ബന്ധത്തിന് സമ്മതിച്ചിട്ടല്ലേ? അനുഭവിച്ചോ? നീ കൂടുതലൊന്നും പറയല്ലേ, ഞാനിവിടെ എല്ലാരെയും കാണുന്നുണ്ട്. എന്ത് ചെയ്താലും എല്ലാരും കൂടി സ്നേഹമായിട്ട് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. അമ്മേ, അമ്മ തന്നെ ആലോചിച്ച് പറഞ്ഞാൽ മതി. സേതുവിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യും. അമ്മേ, ഭാമയെ വിട്ടേക്ക്. നമുക്കെല്ലാവർക്കും കൂടി മോഹനമാമന് എന്തേലും കൊടുക്കാം. ഇതെന്ത് ജന്മം ഇത്? പോട്ടെ, വിട്ടേക്കമ്മേ. ഭാനു, നിനക്കെന്താ പെട്ടെന്നൊരു മാറ്റം? മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഞാൻ പറഞ്ഞതിൽ എന്താ ചേച്ചി തെറ്റ്? ശരിക്കും മോഹനം മാമനോട് കിട്ടേണ്ട സ്വത്തല്ലേ അത്? അത് ഭാനു ഞാനും കൂടിയാണോ തീരുമാനിക്കേണ്ടത്? അങ്ങനെ ആയിരുന്നെങ്കിൽ മുത്തശ്ശന് രണ്ടുപേരുടെയും പേരിൽ വാങ്ങിയിടായിരുന്നല്ലോ. ഭാനു, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും തലയിടാൻ പോണ്ട. എല്ലാവരും ഒരേ മനസ്സോടെ നിന്നാൽ മാത്രമേ എന്തേലും ചെയ്യാൻ പറ്റൂ. നീ പറഞ്ഞു ഏതറ്റം വരെ പോവുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഒന്നും അവിടെ മിണ്ടാതെ നിന്നത്. നിന്റെയും ജയേഷിന്റെ വിവാഹം വീണ്ടും നടത്താൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാലോ. ഇപ്പോഴും നിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആദിയിലാണ് ഞാൻ. അറിയോ അത്?